ഹായ് ഓൾ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1.3. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Coulomb's law for two electrostatic force between 2 point charges and Newton's law for gravitational force between two stationary point masses. Both have inverse square dependence on the distance between the charges or masses. Okay. Then the first question is actually two questions ഉണ്ട്, A part and B part. അത് ഞാൻ A part മാത്രമാണ് ഇപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത്, B നമുക്ക് പറയാം കേട്ടോ. So A part എന്താ? Compare the strength of these forces by determining the ratio of their magnitudes. ആരുടെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? For an electron and a proton, for two protons. So ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നിർത്തി വായിക്കണം വേണ്ടേ? So what they are telling? Coulomb's law for electrostatic force between two point charges. അതായത് രണ്ട് ചാർജുകൾ തമ്മിലാണെങ്കിൽ അവർ തമ്മിൽ കുലംബിക് ഫോഴ്സ് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് അറിയാം. അതേപോലെ തന്നെ അവരെന്താ പറയുന്നത്? ന്യൂട്ടൺസ് ലോ പ്രകാരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ആർക്കാണ്? ബിറ്റ്വീൻ ടു സ്റ്റേഷനറി പോയിന്റ് മാസസ്. സ്റ്റേഷനറി പോയിന്റ് മാസസിന്റെ ഇടയ്ക്ക് അവർക്കിടയിൽ എന്തുണ്ടായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. സോ കുലംബ്സ് ലോ ഉണ്ടായിരിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് അവർ പറയുകയാണ് both have inverse square distance on the distance between the charges or masses. അവർ inverse square law obey ചെയ്യുന്ന ആൾക്കാരാണ്. That means അവരുടെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഈ രണ്ട് ഫോഴ്സുകളും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A question, compare the strength of these forces. ഈ രണ്ട് ഫോഴ്സുകളുടെയും സ്ട്രെങ്ത് കണ്ടുപിടിക്കണം by determining the ratio. അവരുടെ റേഷ്യോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. എപ്പോഴൊക്കെയാണ്? For an electron and a proton. ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ആണെങ്കിൽ, അതേപോലെ രണ്ട് പ്രോട്ടോൺസ് ആണെങ്കിൽ, ഇതൊന്നും വലിയ സംഭവം. അതായത് നമുക്ക് ഒരു ഇലക്ട്രോണും ഉണ്ട്, ഒരു പ്രോട്ടോണും ഉണ്ട്. ഇവർ തമ്മിൽ എന്തുണ്ടാവും? കുലംബിക് ഫോഴ്സും ഉണ്ടായിരിക്കും, അതേപോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കുലംബിക് ഫോഴ്സ് FE ആദ്യം കണ്ടുപിടിക്കുക, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് FG കണ്ടുപിടിക്കുക, അവരുടെ റേഷ്യോ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. രണ്ടാമത് അത് രണ്ടും എന്താണ്? രണ്ട് പ്രോട്ടോൺസ് ആയിരിക്കും. സോ FE FG കണ്ടുപിടിക്കുക, അവരുടെ റേഷ്യോ എടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്താലോ? അതിൽ നമുക്ക് മാസ് ഓഫ് പ്രോട്ടോണും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്, ഗിവൻ ഡാറ്റാസ് ആയിട്ട്. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കടാ, ഫോർ 1 ഇലക്ട്രോൺ ആൻഡ് 1 പ്രോട്ടോൺ ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ. സോ നമുക്ക് ഇവിടെ രണ്ട് ചാർജുകൾ Q1 Q2, ഇത് രണ്ടും എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് അല്ലെങ്കിൽ ചാർജ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? E ആയിട്ട് എടുക്കാം. ഓക്കെ, പ്രോട്ടോണിന്റെ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ ആണെങ്കിൽ അവരുടെ ചാർജ് തമ്മിൽ വ്യത്യാസം എന്താ? ഒരാൾ നെഗറ്റീവ് ആണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് വ്യത്യാസമുള്ളൂ. ആൻഡ് മാസ് ഓഫ് പ്രോട്ടോൺ തന്നിട്ടുണ്ട് 1.67 × 10⁻27 കിലോഗ്രാം. ആൻഡ് മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട് 9.11 × 10⁻31 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു FE/FG കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. FE/FG കണ്ടുപിടിക്കണം. അങ്ങനെ FE/FG ചെയ്യണമെങ്കിൽ ഫസ്റ്റ് we have to find FE. So what is the equation for electrostatic force or Coulomb's force? 1/4πε0 Q1 Q2/r² അല്ലേടാ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? 1/4πε0. Q1 എത്രയാണെന്നാ പറഞ്ഞത്? E. ആൻഡ് Q2 എത്രയാണെന്നാ പറഞ്ഞത്? E. സോ E × E എന്താ? E²/r². മൈനസ് വരും, കാരണം നെഗറ്റീവ് ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ആയതുകൊണ്ടും പിന്നെ ഇവർ തമ്മിൽ എന്തായിരിക്കും ഉണ്ടാവുക? അട്രാക്ഷൻ ഫോഴ്സ് ആയതുകൊണ്ടും എന്തുണ്ടായിരിക്കും? അവിടെ നമുക്കൊരു മൈനസ് സൈൻ കൊടുക്കാം. ആൻഡ് FGയുടെ ഇക്വേഷൻ എന്താണ്? -Gm1m2/r². ഇവിടുത്തെ നെഗറ്റീവ് സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അവർ തമ്മിൽ അട്രാക്ഷൻ ഫോഴ്സ് ആണ്. യൂണിവേഴ്സൽ ലോ, എവറിത്തിങ് ഈസ് അട്രാക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് എർത്ത് ആണ്. അപ്പൊ നമ്മളിവിടെ അട്രാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൈനസ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ വരാം? -G. ഇവിടെ M1ന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് പ്രോട്ടോൺ. സോ മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r². സോ ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം, വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FE/FG അല്ലേ? 1/4πε0 E²/r² divided by G × M1/m2r². സോ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിൽക്രമം റെസിപ്രോക്കൽ എടുത്ത് ചെയ്യും. സോ 1/4πε0 E²/r², ഇവനെ തല തിരിച്ചിടും അല്ലേ? സോ r²/G M1 × M2. സോ വാട്ട് വിൽ ബി ഹാപ്പൻ? ഈ r² കട്ടായി പോകും. സോ നമുക്ക് എന്താ കിട്ടുക? 1/4πε0. ഈ G ഇങ്ങോട്ട് വരും അല്ലേ?
ജി ആൻഡ് ഇവിടെ മുകളിൽ ആരാളുള്ളത് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പകരം എന്താ വേണ്ടത് മാസ് ഓഫ് പ്രോട്ടോൺ ഇവിടെ മാസ് ഓഫ് ഇലക്ട്രോൺ സോ മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ. ഇനി കാൽക്കുലേഷൻ പാർട്ടാണ്. എല്ലാ വാല്യൂസും നമുക്ക് അറിയാം, നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്തൊക്കെയാണ് വരിക 1/4πε0 വാല്യൂ നമുക്കറിയാം. 9 × 10⁻⁹ ആണെന്ന് പഠിക്കണം. അല്ലാത്തവർ അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക 1/4πε0 വാല്യൂ. അത് വാക്വത്തിലാവുമ്പോഴത്തെ വാല്യൂ എന്താണ് 9 × 10⁻⁹ ആണ്. സോ ദാറ്റ് 9 × 10⁻⁹. അതേപോലെ തന്നെ അവിടെ എന്തുണ്ട് ജിയുടെ വാല്യൂ ഉണ്ട്, അത് ഡിനോമിനേറ്ററിലാണ് വരിക ഇൻറ്റു ഇ സ്ക്വയർ. ഇ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ് 1.67 × 10⁻⁻19 ആണ് അല്ലെ. അല്ലെങ്കിൽ 1.6 × 10⁻⁻19. രണ്ടാൾക്കാരുണ്ട് സ്ക്വയർ ഇല്ലേ. സോ ജിയുടെ വാല്യൂ എന്താണ് 6.67 × 10⁻27 ഇൻറ്റു എന്ത് വേണം മാസ് ഓഫ് പ്രോട്ടോൺ ഓൾറെഡി ഗിവൻ. ഹൗ മച്ച് ഇറ്റ് ഈസ് 1.67 × 10⁻31 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാടാ 9.11 × 10⁻31 അല്ലേ. ഇവിടെ 27 ആണല്ലേ. ഇവിടെ 27 ആണ്, അവിടെ 31. ഇനി നമുക്ക് കാൽക്കുലേഷൻ പാർട്ടാണ് ഉള്ളത് അല്ലേ. സോ ഈ 9 ആൻഡ് ഈ 9.1 നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ. അതേപോലെ വേറെ ഏതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുക ഈ ഒരു 1.6ഉം ഈ ഒരു 1.6ഉം കട്ട് ചെയ്ത് കളയാം അല്ലേ. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ പാർട്ട് ചെയ്യുമ്പോൾ ഈ 9 കട്ടായി 1 കട്ടായി പിന്നെ ബാലൻസ് ഉള്ളത് 1.6 ഡിവൈഡ് ബൈ 6.67 ഇൻറ്റു പവേഴ്സിനെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ട് 10⁻9 ഉണ്ട്, 10⁻⁻19 ഉണ്ട്, 10⁻⁻19 ഉണ്ട്. അപ്പൊ അത് എഴുതി. ആൻഡ് താഴെയുള്ള 10⁻27 മുകളിലേക്ക് വരുമ്പോൾ 10⁻27 ആവും. ഈ -27 മുകളിലേക്ക് വരുമ്പോൾ 10⁻27 ആവും. ഈ 10⁻31 മുകളിലേക്ക് വരുമ്പോൾ +31 ആവും. അപ്പൊ നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുന്നത് 2.4 × 10⁻39 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. സോ ഇതാണ് ഇവരുടെ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും കൂടിയിട്ടാകുമ്പോൾ ഉള്ള ആ ഒരു റേഷ്യോ വരുന്നത്. സോ ഇതിന്റെ ബി പാർട്ടിൽ അതിൽ ഒരെണ്ണം കൂടെ ചെയ്യേണ്ടത് 2 പ്രോട്ടോൺസ് ആയിട്ട് വരുമ്പോൾ എന്താണ് വരിക എന്നുള്ളത്. ഇനി ഇതിന്റെ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഏതായിരുന്നു അത് 2 പ്രോട്ടോണുകളാണെങ്കിൽ അതിലൊന്നുമില്ല ചെയ്യാൻ Fe/Fg തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. സോ അവിടെ എന്താ വ്യത്യാസം വരിക Q1 Q2 രണ്ടും എന്താണ് വരുന്നത് പ്രോട്ടോൺ തന്നെയാണ് വരുന്നത്. സോ ഈയുടെ കേസിൽ വലിയ പ്രശ്നം വരില്ല, കാരണം E²/R² തന്നെയാണ് വരിക. പക്ഷെ Fg ചെയ്യുമ്പോൾ അവിടെ രണ്ടും മാസ് ഓഫ് പ്രോട്ടോൺ ആണ് വരിക. മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ എന്നാണ് വരിക. സോ ആ കാൽക്കുലേഷൻ്റെ വ്യത്യാസം അതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് എന്താണ് ആൻസർ വരാമെന്നൊന്ന് കമന്റ് ചെയ്യൂ നോക്കട്ടെ. ഓക്കെ. സോ അതൊരു പ്രാക്ടീസ് ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ഇതിന്റെ ബി സെക്ഷൻ എങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. എസ്റ്റിമേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ due to the electrical force of their mutual attraction when they are at 1 angstrom apart. അതായത് നമ്മുടെ ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട്. ഈ ഇലക്ട്രോണും പ്രോട്ടോണും നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു 1 ആംസ്ട്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 10⁻⁻10 മീറ്റർ ആണ്. ഓക്കെ. ഒരു ആംസ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 ആണ്. അപ്പൊ അത്രയും ഡിസ്റ്റൻസിലാണ് ഇവർ വെച്ചിരിക്കുന്നതെങ്കിൽ ഇവർക്ക് എന്തായാലും അവർ തമ്മിലൊരു കുളമ്പിക് ഫോഴ്സ് ഉണ്ട്. സോ ദർ ഷുഡ് ബി എനി എമൗണ്ട് ഓഫ് ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ കണ്ടുപിടിക്കാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്താലോ. എസ്റ്റിമേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ due to the electrical force of their mutual attraction when they are at 1 angstrom apart. അതായത് നമ്മുടെ ഇലക്ട്രോണും പ്രോട്ടോണും ഒരു 1 angstrom ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ what is 1 angstrom? 1 angstrom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻10 ദൂരത്തിലാണ് ഇരിക്കുന്നത് എങ്കിൽ അവർ തമ്മിലുള്ള ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. whenever there is a force there should be acceleration, isn't it? അപ്പൊ ഇവിടെ ഒരു കുളമ്പിക് ഫോഴ്സ് ഉണ്ട്, അപ്പൊ അവിടെ എന്തുണ്ടാവും ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അതാണ് കണ്ടുപിടിക്കുന്നത്. സോ വി നോ ദാറ്റ് F is equal to ma. സോ ഫ്രം ഹിയർ A is equal to F/m. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇലക്ട്രോണിന്റെ കേസിൽ നമുക്ക് എന്താണ് ഫോർ ഇലക്ട്രോൺ A is equal to F/m തന്നെയാണ്. സോ ഇതിന്റെ ഫോഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് 2.3 × 10⁻⁸. ആൻഡ് മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് അറിയാം 9.1 × 10⁻31 ആണ്. ആൻഡ് നമ്മൾ ഇത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 2.3 ഡിവൈഡ് ബൈ 9.1 ചെയ്ത് നോക്കാം. സോ 2.5 ഇതിൽ ഡെസിമൽ കട്ടാക്കില്ല ഒരേപോലെയാണ്. അപ്പൊ 23 ഡിവൈഡ് ബൈ 91 ചെയ്ത് നോക്കിയാൽ മതി. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 0 ആഡ് ചെയ്തിട്ട് 230 ഡിവൈഡ് ബൈ 91 കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം കേട്ടോ. സോ 2.5 ആണ് ആൻസർ ഇൻറ്റു
10⁻⁸ ഓൾറെഡി അവിടെ ഉണ്ട്. 10⁻31 മുകളിലേക്ക് വരുമ്പോൾ 10⁻31 എന്നാവും. സോ വി വിൽ ഗെറ്റ് 2.5 into 10⁻22 meter per second square എന്നാണ് നമുക്ക് എന്ത് വരുന്നത്, ആൻസർ വരുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, പ്രോട്ടോൺ കണ്ടുപിടിക്കണം. അപ്പൊ ചെയ്താൽ F/m ചെയ്യാം. ആക്സിലറേഷൻ 2.3 into 10⁻⁻8 ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് മാസ് ഓഫ് പ്രോട്ടോൺ 1.67 into 10⁻27 ആണ്. സോ നമുക്ക് 2.3 1.6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.4 കിട്ടും. ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 10⁻27 ആവും. സോ നമുക്ക് പവേഴ്സ് ചെയ്യുമ്പോൾ 10⁻8 into 10⁻27 വരും അല്ലേ. സോ ഇതെങ്ങനെയാണ്, a⁻m into a⁻n ആണ്. സോ a⁻m plus n അല്ലെ. അപ്പൊ 27ഉം 8ഉം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ വി വിൽ ഗെറ്റ് 19 meter per second square. SI യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കണം. സോ നമ്മുടെ 1.3 ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് കാണാം. ബൈ.